ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് എല്ലാ കാലത്തെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നത് എളുപ്പമല്ല. ആദ്യ സിനിമ വൻ വിജയം നേടുകയും പ്രകടനം കയ്യടി നേടുകയും ചെയ്യുമ്പോൾ മുന്നിലുള്ള ശോഭനമായ കരിയർ വേണ്ടെന്ന് വയ്ക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ തനിക്ക് മുന്നിലുള്ള സിനിമയോട് വലിയൊരു ആകാശത്തോട് മുഖം തിരിച്ചു നടന്നു പോയ നടിയാണ് ദീപ നായർ. പേര് കേട്ടാൽ ഒരു പക്ഷേ ആളെ ഓർമ്മ വരണമെന്നില്ല. എന്നാൽ പ്രിയ നായിക എന്ന് പറഞ്ഞാൽ ആ സുന്ദരമായ മുഖം മലയാളികളുടെ മനസ്സിലേക്ക് വരും. കുഞ്ചാക്കോ ബോബന്റെയും 3 കുസൃതി കുടുക്കകളുടെയും കൂടെ വന്ന് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് ദീപ. എന്നാൽ പിന്നീടൊരു സിനിമയിലും ദീപയെ കണ്ടില്ല. എങ്കിലും ആ മുഖം മലയാളികൾ മറന്നിട്ടുമില്ല. കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ മലയാളി ദീപയെ തേടി കണ്ടെത്തുന്നത് അന്ന് അവർ ചെയ്ത സ്വീകാര്യതയുടെ തെളിവാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും ദീപ ഇന്ന് കേരളവും ഇന്ത്യയൊക്കെ വിട്ട് ബെൽമണ്ണിലേക്ക് സ്ഥിരതാമസമാക്കിയ വിവരം അറിയുന്നത്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നെല്ലാം ഒരുപാട് അകലെ കുടുംബജീവിതം നയിക്കുകയാണ് ദീപ ഇന്ന്. ദീപയുടെ സിനിമയുടെ ലോകത്തു നിന്നുള്ള വിട്ടുനിൽക്കൽ പക്ഷെ പലരുടെയും ഭാവനയ്ക്ക് പാത്രമായി. കുഞ്ചാക്കോ ബോബന്റെ കടുത്ത ആരാധികയായിരുന്നു ദീപ. ചാക്കോച്ചനൊപ്പം അഭിനയിക്കണമെന്ന് മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ദീപയുടെ അച്ഛൻ നിർമ്മിച്ച ചിത്രമാണ് പ്രിയം. അന്ന് അച്ഛൻ്റെ വാക്ക് പാലിച്ചു കൊണ്ട് തന്നെ ദീപ സിനിമയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് പ്രശസ്തമായൊരു കഥ. വർഷങ്ങൾക്ക് ശേഷം ഈ കഥകൾക്കെല്ലാം മറുപടി നൽകുകയാണ് ദീപ. കഴിഞ്ഞ ദിവസം തൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ചുകൊണ്ടാണ് ദീപ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. മ്യൂസിക് ബൈ ദീപ നായർ എന്നാണ് ദീപയുടെ പേജിൻ്റെ പേര്. തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദീപ ആ പുതിയ പേജ് ആരംഭിച്ചത്. കാലങ്ങൾക്ക് ശേഷം ദീപയെ കണ്ടതോടുകൂടി ചോദ്യങ്ങളുമായി ആരാധകർ ഓടിയെത്തി. അങ്ങനെയാണ് ദീപ അവർക്ക് മറുപടി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ കൊച്ചല്ലേ കുഞ്ചാക്കോ ബോബന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി മാത്രം അച്ഛനെ കൊണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് എന്നായിരുന്നു ഒരു ചോദ്യം. ഇത്തരം അസത്യ കഥകൾ കാരണമാണ് ഞാൻ പുതിയൊരു പേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്നാണ് അതിന് ദീപ നൽകിയ മറുപടി. അച്ഛൻ മോൾക്ക് വേണ്ടി നിർമ്മിച്ച സിനിമയാണോ പ്രിയം എന്ന ചോദ്യത്തിന് അത് ആരുടെ ഭാവനയിൽ വിരിഞ്ഞ കഥ, ഒരിക്കലും അത് സത്യമല്ല എന്നാണ് ദീപ നൽകിയ മറുപടി. 2000-ലാണ് പ്രിയം പുറത്തിറങ്ങിയത്. സബ് ജോൺ എഴുതിയ സിനിമയുടെ സംവിധാനം സനലായിരുന്നു.